നമസ്കാരം. മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണം കാഴ്ചവെച്ച പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലെ ജനവിധി UDFന് അനുകൂലമെന്ന് മുൻകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രവചനം നടത്തി ശ്രദ്ധേയനായ CP റാഷിദ്. രാഹുൽ മാങ്കൂട്ടത്തിൽ 5600 മുതൽ 9100 വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് CP റാഷിദ് പ്രവചിക്കുന്നത്. UDF 36.5% മുതൽ 39.5% വരെ വോട്ടുകൾ നേടി മണ്ഡലം നിലനിർത്തുമെന്നാണ് CP റാഷിദ് പറയുന്നത്. 33.5% മുതൽ 37% വരെ വോട്ടുകൾ നേടി NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്തെത്തുമെന്നും പ്രവചനത്തിൽ പറയുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇടതുപാളയത്തിലെത്തിയ P സരിന് കാര്യമായ സ്വാധീനം ചെലുത്താനാകില്ല എന്നും പ്രവചനത്തിൽ പറയുന്നു. LDFന് 21.5% മുതൽ 24% വരെ മാത്രം വോട്ടുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും CP റാഷിദ് പറയുന്നു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ വിവാദങ്ങളാൽ നിറഞ്ഞ പാലക്കാട് മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് നടന്നത്. P സരിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം, BJP വിട്ട് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവുമടക്കം പ്രചാരണ കാലയളവിലുടനീളം വാർത്തകളിൽ നിറഞ്ഞ മണ്ഡലത്തിൽ UDF ക്യാമ്പിന് ആശ്വാസകരമായ പ്രവചനമാണ് റാഷിദ് നടത്തുന്നത്. അതേസമയം ചേലക്കരയിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്നായിരുന്നു വോട്ടെടുപ്പിന് പിന്നാലെ CP റാഷിദ് പറഞ്ഞത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് നേരിയ ഭൂരിപക്ഷത്തിന് വിജയമെന്നാണ് റാഷിദിന്റെ പ്രവചനം. 1850 മുതൽ 4400 വരെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. റാഷിദിന്റെ പ്രവചനം അനുസരിച്ച് ചേലക്കരയിൽ UDF 41% മുതൽ 44.5% വരെ വോട്ടുകൾ നേടാം. BJPക്ക് 12.5 മുതൽ 16% വരെ വോട്ടുകൾ ലഭിക്കാം. PV അൻവറിന്റെ DMK സ്ഥാനാർത്ഥി 1.5% മുതൽ 3% വരെ വോട്ടുകൾ നേടുമെന്നുമാണ് പ്രവചനം. ഇത്തരമൊരു വോട്ടിംഗ് നിലയിൽ കോൺഗ്രസ് വിജയിച്ചു കയറാൻ കാരണം പാർട്ടി കൂറ് എന്നതിനേക്കാളും വിഷയാധിഷ്ഠിതമായ വോട്ടിംഗ് എന്നതിലേക്കുള്ള ആളുകളുടെ മാറ്റമായിരിക്കുമെന്നാണ് റാഷിദ് വ്യക്തമാക്കുന്നത്. ഉപതിരഞ്ഞെടുപ്പ് നടന്ന വയനാടിനും ചേലക്കരയ്ക്കും പിറകെ പാലക്കാടും പോളിംഗ് ശതമാനം കുറഞ്ഞതായി പ്രാഥമിക കണക്കുകൾ വരുമ്പോൾ മുന്നണികളെല്ലാം തന്നെ പ്രതീക്ഷയിലാണ്. പാലക്കാട് വിജയമുറപ്പാണെന്നാണ് BJP പറയുന്നത്. കോൺഗ്രസ് വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. അട്ടിമറി നേടുമെന്ന് CPM-ഉം പറയുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ UDFന്റെ ഭൂരിപക്ഷം ഉയർന്നതാകുമെന്നായിരുന്നു സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. BJP അംഗങ്ങളിൽ ധാരാളം പേർ BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJPക്ക് വോട്ട് ചെയ്യാൻ കാരണങ്ങളില്ല എന്നാണ് അവർ പറയുന്നത്. വേറെ ഒരു പാർട്ടിക്കും വോട്ട് കൊടുക്കാൻ കഴിയാത്തത്ര വലിയ BJPക്കാരാണ് അവർ. അങ്ങനെ വന്നാൽ മാത്രമേ പോളിംഗ് ശതമാനം കുറയുകയുള്ളൂ. മതേതര ചേരിയിലുള്ളവരുടെ പോളിംഗ് കൃത്യമായി നടന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെട്ടു. അതേസമയം 5 അക്ക ഭൂരിപക്ഷം ഉറപ്പാണെന്നായിരുന്നു UDF ക്യാമ്പ് അവകാശപ്പെട്ടത്. പാലക്കാട്ടെ ജനങ്ങൾ BJPക്കൊപ്പമാണ് എന്നായിരുന്നു NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പറഞ്ഞത്. 10,000 വോട്ട് ഭൂരിപക്ഷമാണ് BJP പാലക്കാട് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം മണ്ഡലത്തിൽ 2021 മുതൽ നടത്തി വരുന്നുമുണ്ട്. അതുവഴി പാലക്കാട് മണ്ഡലത്തിൽ തങ്ങളുടെ ജനകീയ അടിത്തറ കൂടുതൽ വിപുലമായി എന്നും കൃഷ്ണകുമാർ അവകാശപ്പെട്ടു. വിജയം അവകാശപ്പെടുമ്പോഴും മുന്നണി നേതാക്കൾ അങ്കലാപ്പിലാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് എങ്ങനെ ബാധിക്കുമെന്ന് ആർക്കും അറിയില്ല. പാലക്കാട് എക്സിറ്റ് പോളുകളും നടന്നില്ല എന്നാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പല സൂചനകളും ലഭ്യമല്ല. വിവാദങ്ങളുടെ കൊടുങ്കാറ്റ് വീശിയിട്ടും പാലക്കാട്ട് 70.51% പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക കണക്ക്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് 75.44% 3 മണിയോടെ പോളിംഗ് 50% കടന്നു. വൈകിട്ട് 5:30 65.98% മാറി. പാലക്കാട് നഗരസഭ 71.10%, കണ്ണാടി പഞ്ചായത്ത് 70.15%, മാത്തൂർ പഞ്ചായത്ത് 70.11%, പിരായിരി പഞ്ചായത്ത് 70.89% എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില. ആകെയുള്ള 1,94,706 വോട്ടർമാരിൽ 1,37,302 പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തപാൽ വോട്ടുകളും വീട്ടിലെത്തിയുള്ള വോട്ടുകളും സർവീസ് വോട്ടുകളും ചേരുമ്പോൾ
കുറച്ചുകൂടി ഉയർന്നേക്കാം. ഇതിൽ നഗരസഭയിൽ BJP സ്വാധീനമാണുള്ളത്. ഇവിടെ വോട്ട് പരമാവധി ചെയ്യിക്കാൻ അവർക്കായി. അതുകൊണ്ട് ജയിക്കുമെന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. BJP ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ പോളിംഗ് ഉയർന്നു. എന്നാൽ കോൺഗ്രസിന്റെ മേധാവിത്വമുള്ള പിരായിരി പഞ്ചായത്തിലും കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും വോട്ട് കുറയുകയും ചെയ്തു. ഇത് മുന്നണികളുടെ പ്രതീക്ഷകളെയാകെ തകിടം മറിച്ചു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ 65% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അന്ന് BJPയാണ് നഗരസഭാ പരിധിയിൽ കൂടുതൽ വോട്ട് നേടിയത്. ഇത്തവണ ഇവിടെ ഒറ്റയടിക്ക് 5%-ലേറെ വോട്ട് ഉയർന്നു. ഇത് വലിയ വിജയ പ്രതീക്ഷയാണ് BJP ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.